Hello traders, welcome to another new video. ഈ വീഡിയോ ഒരു ലേണിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയാണ്. എന്താണ് ക്യാൻഡിൽസ്, എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്നാണ്. രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത്. ഒന്ന് ബുള്ളിഷും രണ്ടാമത്തെ ബെയറിഷ് ക്യാൻഡിലും. ബുള്ളിഷ് ക്യാൻഡിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രീൻ കളർ വെച്ചിട്ടും ബെയറിഷിനെ റെഡ് കളർ വെച്ചിട്ടുമാണ് കൂടുതൽ പ്രാവശ്യവും റെപ്രസെൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ കാണാറുള്ളത്. ഫസ്റ്റ് വണ്ണാണ് മാറുബോസു ക്യാൻഡിൽ. ഇതൊരു എക്സ്ട്രീംലി ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണിത്. ഇതിന് വിക്ക് ഉണ്ടാവത്തില്ല, മേളിലോ താഴത്തോ ഷാഡോ ഉണ്ടാവില്ല, റിജക്ഷൻ കിട്ടിക്കാണത്തില്ല. അത്രയും ബുള്ളിഷ് അല്ലെങ്കിൽ അത്രയും ബെയറിഷ് ട്രെൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ മാറുബോസു ക്യാൻഡിൽസ്. ഇതിന് വിക്കുകളും ഷാഡോകളും ഉണ്ടാവില്ല. അടുത്ത ടൈപ്പാണ് സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഈ ടൈപ്പിൽ രണ്ട് സൈഡിലും മേളിലും താഴെയും റിജക്ഷൻ കണ്ടോ, ഈ രണ്ട് സൈഡിൽ നിന്നും റിജക്ഷൻ ഉണ്ടാവും. ഈ ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആയിട്ടാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ബയേഴ്സിനെയും സെല്ലേഴ്സിനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയും ആര് ജയിക്കുന്നു ആ ഒരു ഏരിയയിലേക്കാണല്ലോ മാർക്കറ്റ് പോകുന്നത്. പക്ഷേ ഇവിടെ നോക്കിയാൽ രണ്ട് സൈഡിലേക്കും റിജക്ഷനാണ്. അപ്പോൾ മാർക്കറ്റ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടില്ല ഏത് സൈഡിലോട്ട് മൊമെൻറ്റം ചെയ്യണം എന്ന്. സോ ഇതിനെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ടാണ് പറയപ്പെടുന്നത്. സോ ഇങ്ങനെയുള്ള ക്യാൻഡിൽസിൽ മാക്സിമം ട്രേഡുകൾ അവോയ്ഡ് ചെയ്യുക. അടുത്ത ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ. ഇത് രണ്ട് രീതിയിലും ഉണ്ടാവും. ബുള്ളിഷ്നെസ്സിലും ഉണ്ടാവും, ബെയറിഷ്നെസ്സിലും ഉണ്ടാവും. ഇതിനെ വേറൊരു പേര് കൊണ്ടും അറിയപ്പെടും, മദർ ആൻഡ് ബേബി ക്യാൻഡിൽ. ഒരു കുഞ്ഞും ഒരു അമ്മയും കൂടെ നിൽക്കുന്ന പോലെ. മനസ്സിലായോ? ആ പിക്ചറിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിനെയാണ് എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിലും അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡുകളിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഇതിലാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാണ് ഈ എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ. ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, പ്രീവിയസ് ക്യാൻഡിലിനെ മുഴുവനായി എൻഗൾഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ വെച്ചിട്ട്. മാർക്കറ്റ് താഴെ നിന്ന് മേലിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു ആ റെഡിഷ് ക്യാൻഡിൽ, ആ ഹയർ റെഡിഷ് ക്യാൻഡിൽ രണ്ടാമത്തെ പിക്ചറിൽ കാണുന്നില്ലേ, അവിടെ വെച്ചിട്ട് അതിനെ എൻഗൾഫ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരും. ഇവിടെ ഇതിനെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ക്യാൻഡിൽ എന്നും പറയാറുണ്ട്. സോ ട്രേഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൽ ഒന്നാണ് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. അടുത്ത് ഡോജി ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഈ ടൈപ്പ് ഓഫ് പാറ്റേണിൻ്റെ അകത്ത് ബോഡി ഉണ്ടായിരിക്കുന്നതല്ല, ക്യാൻഡിൽസിൽ വിക്ക് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള ക്യാൻഡിൽസിനെ എക്സ്ട്രീം ഇൻഡിസിഷൻ ക്യാൻഡിൽസ് എന്നാണ് പറയപ്പെടുന്നത്. മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ക്യാൻഡിൽസിൽ ട്രേഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് തന്നെ ഡിസൈഡ് ചെയ്തിട്ടില്ല ഏത് സൈഡിലോട്ട്, അപ്പ് സൈഡ് പോകണോ ഡൗൺ സൈഡ് പോകണോ എന്ന്. മാർക്കറ്റ് തന്നെ ഒരു കൺഫ്യൂഷനുള്ള സമയത്താണ് ഈ ഡോജി ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ക്യാൻഡിൽസിൻ്റെ സമയത്ത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഇതും നമ്മൾ എപ്പോഴും ട്രേഡുകൾ എടുക്കാറുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ്. ഇതൊക്കെയാണ് ഞാൻ ഈ രണ്ട് എൻഗൾഫിങ്ങും ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ ഹാമറാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ട്രേഡുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഇത് നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു ബുള്ളിഷ് ഹാമറാണ്. താഴത്തുനിന്ന് റിജക്ഷൻ വന്നിട്ടുണ്ട്, മാർക്കറ്റ് മേളിൽ ചെന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 50% റിജക്ഷൻ വരുമ്പോഴോ ഇതിൻ്റെ ഹൈയെ ബ്രേക്ക് ചെയ്യുമ്പോഴോ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത് പേര് പറയുന്ന പോലെ ഒരു ചുറ്റിക നമ്മൾ നേരെ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഒരു ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. അടുത്താണ് ഇൻവെർട്ടഡ് ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ. ഇത് നേരത്തെ പറഞ്ഞ ഹാമർ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. കണ്ടാലറിയാം, ചുറ്റിക നമ്മൾ തിരിച്ചെങ്ങനെ പിടിക്കുന്നു, അതാണ് ഇൻവെർട്ടഡ് ഹാമർ. ആ ഇൻവെർട്ടഡ് ഹാമറിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതും മേളിൽ നിന്ന് റിജക്ഷൻ വന്നിട്ട് ഈ രണ്ട് ടൈപ്പ് ഓഫിനെയും എൻഗൾഫിങ്ങിനെയും നമ്മൾ പറയുന്നത് ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച്. അത്രയും നേരം വന്നുകൊണ്ട് തന്നെ ട്രെൻഡിൽ നിന്ന് ഒരു റിവേഴ്സ് ഫോം ചെയ്യുന്നു എന്നാണ്. ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ്റ്റിക്കിലാണ് ഞാൻ കൂടുതലും ട്രേഡുകൾ എടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റിൽ താഴത്ത് ഇതെല്ലാം പറഞ്ഞു പോകണമെന്ന് വിചാരിച്ച് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്താണ്. യൂസ്ഫുള്ളായി വല്ലതും മനസ്സിലായെന്ന് 1, 2, 3 വട്ടം കണ്ടു നോക്കുക. മനസ്സിലായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.